ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതശ്ചാർത്തേष्വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഇന്നത്തെ പ്രവചനം ദശമസ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിലെ രാമകൃഷ്ണന്മാരുടെ നാമകരണമാണ് പ്രവചിക്കുവാൻ പോയിരുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുകോവാച ഗർഗപുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഃ വ്രജം ജഗാമനന്ദസ്യ വസുദേവ പ്രചോദിതഃ. ഒരു ദിവസം യാദവന്മാരുടെ ആചാര്യനും മഹാതപസ്വിയും ജ്യോതിശാസ്ത്ര പണ്ഡിതനുമായ ഗർഗമഹർഷി വസുദേവനാൽ പറഞ്ഞയച്ചത് പ്രകാരം ഗോകുലത്തിൽ നന്ദഗോപരുടെ ഗൃഹത്തിൽ വന്നു. നന്ദഗോപരാട്ടെ അദ്ദേഹത്തെ വേണ്ട പോലെ സൽക്കരിച്ച് പറയണ, ഏറ്റവും ബ്രാഹ്മണശ്രേഷ്ഠനായ അങ്ങ് ഈ 2 കുട്ടികളുടെ നാമകരണം ചെയ്തു തന്നാൽ കൊള്ളാം എന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ ഗർഗാചാര്യർക്ക് ഈ കുട്ടികളെ കണ്ടിട്ട് തോന്നുകയാണ്. എന്നിട്ട് പറയാം, യദൂനാമഹമാചാര്യഃ ഖ്യാതശ്ച ഭുവി സർവതഃ സുതം മയാ സംസ്കൃതം തേ മന്യതേ ദേവകീസുതം. കംസപാപമതിസഖ്യം തവ ജാനന്തുവേ ദേവക്യാഷ്ടമോ ഗർഭഃ ന സ്ത്രീ ഭവിതുമർഹതി. ഞാൻ യാദവന്മാരുടെ ആചാര്യനാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരിക്കെ ഈ കുട്ടികളുടെ നാമകരണം ഞാൻ ചെയ്താൽ ദേവകിയുടെ മകൻ്റെ നാമകരണം ചെയ്തു എന്ന് ആൾക്കാർ വിശ്വസിക്കും. മാത്രമല്ല, പാപിയായ കംസൻ അവനറിയാം നിങ്ങൾക്കും വസുദേവർക്കുള്ള ബന്ധുത്വം. പിന്നെ അന്ന് കംസൻ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോയല്ലോ, 8-ാമത്തെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തുണ്ടായി? ആ കുട്ടി കയ്യിൽ നിന്ന് തറി മുകളിലേക്ക് പോയി ഭഗവതിയുടെ സ്വരൂപം എടുത്ത് വെച്ച് പറഞ്ഞു, എടാ വിഡ്ഢി, നീ എന്നെ കൊല്ലാൻ നിൽക്കണ്ട, നിൻ്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു, അവനെ കൊല്ലാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞു പോയി ഇല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പേടിയായിട്ട് മറ്റേ കംസൻ എന്ത് ചെയ്യും? ഈ കുട്ടികളെ വധിക്കാനുള്ള ശ്രമം കൂടുതലായിട്ട് തുടങ്ങും. അതിനൊരു വഴിയുണ്ട്, കാരണം ഉണ്ടാവാം, ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ എന്താ ചെയ്യാം എന്ന് വെച്ചു. അപ്പോൾ ഉടനെ തന്നെ നന്ദഗോപർ പറയണ വളരെ സന്തോഷത്തോടു കൂടി, അതിനെന്താ, നമുക്ക് ചെറുതായിട്ട് രഹസ്യമായിട്ട് ഈ നാമകരണ പ്രക്രിയ മാത്രം വേണ്ടതുപോലെ ചെയ്യിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഗർഗമഹർഷിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ വെളുത്ത ഉണ്ണി കുറച്ച് തടിയൊക്കെ ഇട്ട് ആ കുട്ടിയെ വേണ്ട പോലെ പീതാംബരമൊക്കെ ഉടുപ്പിച്ച് വേണ്ട പോലെ അലങ്കാരം ചെയ്ത് നന്ദഗോപരുടെ മടിയിൽ കൊണ്ട് കൊടുത്തു. ആ കുട്ടിയെ കണ്ടതും ഗർഗമഹാമുനി, അയം ഹി രോഹിണീപുത്രഃ രമയൻ സുഹൃദോ ഗുണൈ ആഖ്യാസ്യതേ രാമ ഇതി ബലാധിക്യാത് ബലം വിദുഹു. ഈ കുട്ടിയുണ്ടല്ലോ, എല്ലാവരെയും വേണ്ട പോലെ സ്നേഹത്തോടുകൂടി രമിപ്പിക്കും. അതുകൊണ്ട് ഇവന് രാമൻ എന്ന് പേര് വയ്ക്കാം.
മാത്രമല്ല വലുതാകുമ്പോഴേക്കും നല്ല ബലവാനായിരിക്കും. ബലരാമനെന്നും ആൾക്കാർ വിളിക്കും. യാദവന്മാർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തത് കൊണ്ട് പിൽക്കാലത്ത് സംഘർഷണൻ എന്നായിത്തീരും. അങ്ങനെ പല പേരുകളുണ്ട്. അപ്പോൾ ഈ പേരുകൾ അന്വർത്ഥമായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് യശോദാപുത്രനായ ഉണ്ണിയെ അതുപോലെ തന്നെ പീതാംബരമെല്ലാം അലങ്കരിച്ച് നന്ദഗോപുരം മടിയിൽ കൊടുത്തു. ഗർഗാചാര്യനെ നോക്കുകയാണ്. ഗർഗാചാര്യക്ക് അറിയാം ആരാ, മഹാവിഷ്ണു ആണേ. അപ്പോൾ പറയാണ്, കഥമസ്യ നാമ കുർവേ സഹസ്രനാമോ ഹ്യനന്ദനാമോ വാ. ഈ കുട്ടിക്ക് ഞാൻ എങ്ങനെ പേര് വയ്ക്കുക? എത്രയാ പേരുള്ളത്? ആയിരക്കണക്കിന് അതിനും മുകളിൽ പേരുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ ഞാനൊരു പേരിടുക എന്ന് പറഞ്ഞ് സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര. അപ്പോൾ ഈ പേരിടൽ ക്രമമുണ്ടല്ലോ, അത് സാധാരണ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉള്ളതാണ്. ആ പേര് വേണം, ഈ പേര് വേണം, ഈ പേര് വയ്ക്കട്ടെ, എൻ്റെ അഭിപ്രായം, നിൻ്റെ അഭിപ്രായം, അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം പറയാം. ഒരു വീട്ടിൽ ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് നാമകരണം ചെയ്യണം. വേണ്ടതെല്ലാം ഏർപ്പാടൊക്കെ ചെയ്തിട്ട് പുരോഹിതൻ വന്നു, പൂജയെല്ലാം ചെയ്ത് കുട്ടിയെ കൊണ്ടുവന്ന് അച്ഛൻ്റെ മടിയിൽ കൊടുത്തു. ചോദിച്ചു, എന്താ പേരിടണ്ടേ? ഉടനെ തന്നെ അത് മുത്തശ്ശൻ്റെ പേരിടാം. അങ്ങനെ ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കൺഫ്യൂഷനും ഇല്ല, എന്ത് പേര് വയ്ക്കണം, ആരുടെ പേര് വയ്ക്കണം എന്നൊക്കെ. അപ്പോൾ ആൺകുട്ടിയായാൽ അച്ഛൻ്റെ പേരും, പെൺകുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ പേരും വയ്ക്കുക. അതേപോലെ ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ കുട്ടിയൊക്കെ ജനിക്കുകയാണെങ്കിൽ അപ്പോൾ ആൺകുട്ടിക്ക് അമ്മയുടെ അച്ഛൻ്റെ പേരും പെൺകുട്ടിക്ക് അമ്മയുടെ പേരും വയ്ക്കും. അപ്പോൾ എളുപ്പമായല്ലോ, പിന്നെ വേറെ ഒന്നും നമുക്ക് തർക്കിക്കാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശൻ്റെ പേര് അച്ഛൻ്റെ പേര് എന്താ പേര് വയ്ക്കുക ചോദിച്ചപ്പോൾ എന്താ പേര്? ശിവനാണെന്ന്. ഓ, നന്നായി. അപ്പോൾ ഉടനെ തന്നെ കുട്ടിയുടെ അമ്മ, എന്താ അച്ഛൻ്റെ പേര് വയ്ക്കണം നിർബന്ധമുണ്ടോ? എൻ്റെ അച്ഛൻ്റെ പേര് വെച്ചാൽ എന്താ? ഓ, എന്താ പേര്? കൃഷ്ണൻ. ഓ, ശിവൻ, കൃഷ്ണൻ. ഇപ്പോൾ എന്താ ഈ രണ്ട് പേരിലും കൂടി ഏത് പേരെ വെക്കേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഈ ഇതിൽ അങ്ങോട്ട് എൻ്റെ പേര്, നിൻ്റെ പേര്, എൻ്റെ അച്ഛൻ്റെ പേര്, നിൻ്റെ അച്ഛൻ്റെ പേര് വരെ തർക്കിക്കണത് സമയം കടന്നു പോവാണ്. ഇപ്പം മുഹൂർത്ത സമയം കിടക്കുകയാണ്. ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം, വേറെ പേര് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് മണിയെടുത്ത് അടിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് ശിവരാമകൃഷ്ണൻ എന്നങ്ങോട്ട് പേര് വെച്ചു. അപ്പോൾ ആൾക്കാർ അതിശയായി, എന്താ അത് ശിവരാമകൃഷ്ണൻ, ഇതിൽ രാമൻ എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഈ കൺഫ്യൂഷൻ വേണ്ട പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അച്ഛൻ്റെ പേര് രാമനങ്ങോട്ട് ചേർത്തു. അപ്പോൾ ഈ കുട്ടിക്ക് ശിവരാമകൃഷ്ണൻ എന്നായിരിക്കുമെന്ന് പറഞ്ഞ് അവിടുത്തെ തൽക്കാലം ഡിബേറ്റിനൊക്കെ നിർത്തി പേരിട്ടു എന്നാണ് പറയണം. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഗർഗമുനിക്ക് യശോദാപുത്രൻ്റെ പേരാണ് ഇനി അടുത്ത് വയ്ക്കാനുള്ളത്. അപ്പോൾ പറയണ, ആസൻ വർണ്ണാസ്ത്രയോ ഹ്യസ്യ ഗൃണ്ണതോ നിയുഗം തനൂ ശുക്ലോ രക്തസ്തഥാ പീതാ ഇദാനീം കൃഷ്ണതാം ഗതഃ. യുഗങ്ങളായിട്ട് ഈ ദേവകീപുത്രൻ
ആദ്യം വെളുപ്പ്, പിന്നീട് ചുവപ്പ്, മഞ്ഞ എന്നീ വർണ്ണങ്ങളിൽ ജന്മമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറുത്ത നിറത്തിൽ കൃഷ്ണവർണ്ണത്തിലുള്ളതാണ് ഇപ്പോൾ ജന്മം എടുത്തിരിക്കുന്നത്. ആയതുകൊണ്ട് കൃഷ്ണൻ എന്ന് പേര് വയ്ക്കാം, അത് വളരെ അന്വർത്ഥമായിരിക്കും എന്ന് പറഞ്ഞു. മാത്രമല്ല, പ്രാഗയം വസുദേവസ്യ ക്വചിജ്ജാതസ്തവാത്മജ വാസുദേവ ഇതി ശ്രീമാൻ അഭിജ്ഞാ സംപ്രചക്ഷതേ. ഇതിനു മുമ്പ് വസുദേവൻ്റെ പുത്രനായി ജനിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് വാസുദേവനെന്നും വിളിക്കപ്പെടും. ഞാനെന്ത് പറയട്ടെ, അതിലൊന്നും നിൽക്കാൻ പോണില്ല. ബഹൂനി സന്ധി നാമാനി രൂപാണി ച സുതസ്യതേ ഗുണകർമാനുരൂപാണി താന്യഹം വദനോജന. ഇവൻ്റെ ഓരോ കാര്യങ്ങൾ, ഓരോ പ്രവൃത്തികളുടെ ഇത് പ്രകാരം ഒരുപാട് പേരുകൾ വരും. അതിശയമായ കാര്യങ്ങളെല്ലാം നടക്കും. അതിൽ നിന്നെല്ലാം ജനങ്ങൾ ഓരോ പേര് വയ്ക്കും. ദാമോദരൻ, അതുപോലെ പല പേര് വരിയായിട്ട് വരും. ഗോവിന്ദൻ. അതുകൊണ്ട് വളരെ വിശിഷ്ടനായിരിക്കും. എന്താന്ന് പറഞ്ഞാൽ, ഗോപന്മാർക്കും ഗോക്കൾക്കും എല്ലാം പരമശ്രേയസിനെ ചെയ്യും. സജ്ജനങ്ങളെ വേണ്ട പോലെ പരിപാലിക്കും, ദുഷ്ടന്മാരെ നിഗ്രഹിക്കും, ധർമ്മത്തെ സ്ഥാപിക്കും. ഇതൊക്കെ ഈ കുട്ടി ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് ഭാവിയിലത്തെ കാര്യങ്ങളെല്ലാം ഗർഗമഹാമുനി പറയാണ്. ഇതേ തന്നെയാണ് നമ്മൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയണത്, അല്ലേ? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓരോ യുഗം തോറും എപ്പോഴാണോ ധർമ്മത്തിൻ്റെ ചുതി വരുന്നത്, അപ്പോഴെല്ലാം സജ്ജനങ്ങളെ വേണ്ട പോലെ പരിപാലിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ധർമ്മത്തെ സ്ഥിരീകരിക്കുവാനും വേണ്ടി ഞാൻ ജനിക്കുന്നതാണെന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഭാവിയെപ്പറ്റി പറഞ്ഞല്ലോ. ഇതേ സാധനം കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരി ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത്. കൃഷ്ണനീനുള്ള ഗുണങ്ങളെ അന്നേരം കൃഷ്ണമായി ചിന്താനന്ദനോട് വിസ്മയമാണ്ട ഗുണങ്ങളെ ഓർക്കുമ്പോൾ വിഷ്ണുവെന്നിങ്ങനെ ചൊല്ലുമത്രേ. ഭൂമിപന്മാർക്കെല്ലാം ഭൂനീരുമായുള്ള ഭൂമിയും പാർക്കിലി വന്നദീനം ഇത്തരമായ ഗുണങ്ങളായണുന്ന പുത്രനിന്നാർക്കുമേ എന്തിക്കൂടാ. നിന്നോടെ പുണ്യങ്ങൾ തന്നോടെ വൈഭവം എന്നതേ ചൊല്ലാവൂതെന്നു മുക്കൂ. ഈ കുട്ടിയുടെ ഗുണങ്ങൾ കാരണം ഒരുപാട് പേരുണ്ടാവും. മനസ്സിലായില്ലേ? വിസ്മയമാണ്ട ഗുണങ്ങളുണ്ട്. അപ്പോൾ വിഷ്ണു എന്നും പറയും. ഗർഗമഹാമുനിക്ക് അറിയാം, പക്ഷെ അത് ഇങ്ങോട്ട് തുറന്നു പറയില്ലെന്ന് മാത്രം. ഭൂമിയിലുള്ളവർക്കെല്ലാം നല്ല കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വേണ്ട പോലെ ലോകപരിപാലനം ചെയ്തിരിക്കും. എല്ലാ ഗുണങ്ങളും ചേർന്ന ഇതുപോലുള്ള ഒരു കുട്ടി അങ്ങേക്ക് കിട്ടിയതിൽ വളരെ ഭാഗ്യവാന്മാരാണ് നിങ്ങളും യശോദയും എല്ലാം. മാത്രമല്ല,
വന്നിടുന്ന വൈരികളെല്ലാവർക്കും വന്യായി നിന്നു ദയിക്കും ഈവൻ. ദുഷ്ടന്മാർ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം അഗ്നിയിൽ വെച്ച് ഭസ്മം ചെയ്യുന്ന പോലെ എല്ലാവരെയും നശിപ്പിക്കും. അങ്ങനെ വളരെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് ഗർഗമഹാമുനി സന്തോഷത്തോടു കൂടി സ്വഗൃഹത്തിലേക്ക് യാത്രയായി. അതിന് ശേഷം ഈ കുട്ടികളെയും വെച്ച് യശോദ, രോഹിണി, കൃഷ്ണൻ, ബലരാമൻ, നന്ദഗോപുര്, ഗോപസ്ത്രീകൾ, ഗോപന്മാർ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി വാത്സല്യത്തോടു കൂടി കുട്ടികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഈ നാമകരണം എന്ന് പറയുന്നതുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? നമ്മൾ പേര് വയ്ക്കുന്ന സമയത്ത് കുറച്ച് അന്വർത്ഥമായ പേര് വയ്ക്കുക. ഭഗവാന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ എന്തറിയോ, നമ്മൾ അജാമിളോപാഖ്യാനത്തിൽ പറയുന്നുണ്ട്, എത്ര ദുഷ്ടനായിരുന്നിട്ട് കൂടി അവസാന നിമിഷത്തെ, അതായത് യമദൂതന്മാർ വന്ന് യമപാശ കൊണ്ട് കെട്ടി കൊണ്ടുപോകാൻ നിൽക്കുകയാണ് നരകത്തിലേക്ക്. ആ സമയത്ത് തൻ്റെ ഉണ്ണി, നാരായണ എന്നാണ് പേരിട്ടിട്ടായിരുന്നു, ആ ഉണ്ണിയെ വിളിക്കുന്ന ഭാവത്ത് നാരായണ നാരായണ എന്നോട് വിളിച്ചപ്പോൾ ഉടനെ തന്നെ മഞ്ഞപ്പെട്ടുകൊടുത്ത വിഷ്ണു പാർഷദന്മാരവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. അത് കേട്ട് യമദൂതന്മാർ പറയാണ്, ഇപ്പം മഹാപാപിയാണ്, ഈ എങ്ങനെയാണ് അയാൾക്ക് സ്വർഗം കിട്ടുക? നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹം എന്തെന്നറിയോ, അവസാന കാലത്ത്, അന്ത്യകാലത്ത് നാരായണ നാരായണ എന്നുള്ള നാമം ജപിച്ചത് കൊണ്ട് മാത്രം അയാളുടെ ദുഷ്ടപ്രവൃത്തികളെല്ലാം നശിച്ച് പാപമെല്ലാം പാപങ്ങളിൽ നിന്നും മോക്ഷം കിട്ടി. അങ്ങനെയാണ് ഇപ്പോൾ സ്വർഗത്തിലേക്ക് അർഹനായിത്തിരിക്കുന്നത്. ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്രേ. അപ്പോൾ എന്താ, അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ നാമങ്ങൾ നാം പറഞ്ഞുകൊണ്ടിരുന്നാൽ, ശീലിച്ചുകൊണ്ടിരുന്നാൽ അന്ത്യകാലത്ത് നമുക്ക് അത് ഉച്ചരിക്കാൻ സാധിക്കും. ഭഗവാന്റെ നാമം ചെല്ലുമ്പോൾ എന്തുണ്ടാവണോ? പല ഗുണങ്ങളുണ്ട്. ഒരു ഇത് പറയാം, അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷചാത് നശ്യന്തി സകലാരോഗ സത്യം സത്യം വദാമ്യഹം. അച്യുത, അനന്ത, ഗോവിന്ദ, ഈ നാമങ്ങളൊക്കെ വെറുതെ ഉച്ചരിച്ചാൽ മതിയാണ്, സകല നമ്മുടെ വ്യാധികളെല്ലാം ഇല്ലാതാവും എന്ന് പറയുന്നുണ്ട്. എവിടെ? വിഷ്ണുസഹസ്രനാമത്തോട് അനുബന്ധിച്ച് ആവതോദ്ധാരണ സ്തോത്രത്തിൽ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക, കീർത്തനങ്ങൾ ചൊല്ലുക, ഭഗവത് കഥകൾ കേൾക്കുക, ധ്യാനിക്കുക എന്നിവ അനവരതം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എല്ലാ സമ്പദ് സമൃദ്ധിയും ആയുരാരോഗ്യപ്രാപ്തിയും പ്രാപിച്ച് ഒടുവിൽ ഭഗവാന്റെ പാദോത്തരത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് ഭാഗവതം പറയണു. എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറു പ്രവചനം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഇനി അങ്ങോട്ട് എത്ര കേട്ടാലും മതി വരാത്ത ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.